ടെക്ഡീസിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പോയട്രി ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് എന്ന എമിലി ഡിക്കിൻസന്റെ കവിതയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ കാര്യങ്ങൾ. സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ്, പെൻ ബൈ എമിലി ഡിക്കിൻസൺ. ഒരു സിംഗിൾ ആയിട്ടുള്ള സ്ത്രീയുടെ ജീവിതം ഒരു മാരീഡ് ആയിട്ടുള്ള വുമൺ അഥവാ ഒരു ഭാര്യയുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റഫോറിക്കൽ പോയമാണ് ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ്. ഒരു സ്റ്റാൻസയിൽ 4 വരികളോടെ 3 സ്റ്റാൻസ ആണ് കവിതയ്ക്ക് ഉള്ളത്. വിവാഹത്തിന് മുൻപും ശേഷവുമുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് അഥവാ വീക്ഷണകോണിൽ എഴുതിയ കവിതയാണ് ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ്. ഒരു മാരീഡ് വുമണെ സംബന്ധിച്ച് ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് കുറച്ച് ഹാർഡാണ് എന്നൊക്കെയാണ് ഈ ഒരു കവിത പറയുന്നത്. 1860 കാലഘട്ടത്തിലെ സിംഗിൾ വുമണും മാരീഡ് വുമണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കവിത പ്രധാനമായും പറയുന്നത്. ഈ ഒരു കവിത ഡിക്കിൻസന്റെ വിവാഹവിരുദ്ധ വീക്ഷണവും അവരുടെ കാലത്തെ സാമൂഹിക മാനദണ്ഡങ്ങളോടുള്ള അവരുടെ വെല്ലുവിളിയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എമിലി ഡിക്കിൻസൺ മാരീഡ് അല്ല, എന്നിരുന്നാലും മാരേജിന്റെ നെഗറ്റീവ്സിനെ പറ്റി അവർ ബോധവതിയായിരുന്നു. അന്നത്തെ കാലത്ത് മാരേജ് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും കഴിവിനെയും ഇല്ലാതാക്കുമെന്ന് എമിലി ഡിക്കിൻസണ് അറിയാമായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് എങ്ങനെയെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കൂ. പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയെ അഥവാ പിതൃദായക സമ്പ്രദായത്തെയും സ്ത്രീകൾ നേരിട്ട അതിക്രമങ്ങളെയും തൻ്റെ കവിതകളിലൂടെ ശക്തമായി എതിർത്ത ആളാണ് എമിലി ഡിക്കിൻസൺ. ബൈബിളിലും കാൽവിനിസ്റ്റ് വിശ്വാസങ്ങളിലുമുള്ള പുരുഷ കേന്ദ്രീകൃതമായി പുരുഷ മേധാവിത്വത്തെ സപ്പോർട്ട് ചെയ്യുകയും സ്ത്രീകളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന വിശ്വാസങ്ങളെയും ഡിക്കിൻസൺ ശക്തമായി എതിർത്തു. അതുവരെ ഉണ്ടായിരുന്ന ലിറ്റററി ട്രഡീഷൻ അഥവാ സാഹിത്യ പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട് നിന്ന് പുരുഷാധിപത്യ സാഹിത്യ പാരമ്പര്യത്തിനെതിരായി മത്സരിക്കാനുള്ള വഴിയായിരുന്നു ഡിക്കിൻസന് കവിത. അത്തരത്തിൽ പാട്രിയാർക്കിക്കൽ നോംസിനെതിരായി ശക്തമായ ഫെമിനിസ്റ്റ് എക്സ്പ്രഷൻസ് കൊണ്ട് എഴുതിയ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ്. ഇനി നമുക്ക് കവിതയുടെ വരികൾ നോക്കാം. കവിതയുടെ എല്ലാ വരികളും പല കാര്യങ്ങളും പറയാതെ പറയുന്നു. ആദ്യമായി വരുന്ന ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് മുതൽ ഇറ്റ്സ് എഫർ സോ വരെയുള്ള വരികളിൽ 19-ാം നൂറ്റാണ്ടിൽ സിംഗിളായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നു. ഇവിടെ ഒരു വശത്ത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ മറുവശത്ത് ഒരു അൺമാരീഡ് ആയിട്ടുള്ള വുമൺ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഒറ്റയ്ക്കുള്ള ഒരു വുമൻ്റെ ലൈഫ് അന്നത്തെ കാലഘട്ടത്തിൽ പെയിൻഫുൾ ആണെങ്കിൽ പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ സേഫ് ആണ് എന്ന് പറയപ്പെടുന്ന മാരീഡ് ആയിട്ടുള്ള വുമൻ്റെ ലൈഫ് എത്രത്തോളം പ്രശ്നം നിറഞ്ഞതായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്യാത്ത ഒരു അധികാരത്തെ സൂചിപ്പിക്കാനാണ് കവിതയിൽ സാർ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ റഷ്യ ഭരിച്ചിരുന്ന സർ നിക്കോളാസ്, സർ ഐവൻ എന്നിങ്ങനെയുള്ള രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് സർ. ഐ ആം സാർ എന്നാണ് കവിതയിൽ പറയുന്നത്. രണ്ടാമതായി വരുന്ന ഹൗ വോട്ട് ദ ഗേൾസ് ലൈഫ് മുതൽ ടു ഫോക്സ് ഇൻ ഹെവൻ നൗ വരെയുള്ള വരികൾ നോക്കുകയാണെങ്കിൽ ശരിക്കും എത്ര വിചിത്രമാണ് ഒരു സ്ത്രീയുടെ ജീവിതം. ഇവിടെ വിവാഹ ജീവിതം സ്വർഗം പോലെയാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു ആംഗിളിൽ സ്വർഗത്തിലുള്ളവർ എന്ന് പറയുന്നത് മരിച്ചുപോയവരെയാണ്. അപ്പോൾ മാരേജ് എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്നു. മാരേജ് ലൈഫിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ത്രീകൾക്ക് മേലെ വരുന്നു. പല പല ഡ്യൂട്ടീസ് ഒക്കെ കൊണ്ട് കെട്ടിയിട്ട അവസ്ഥയിലാകുന്നു ഒരു സ്ത്രീ. ഈ കവിത അടിസ്ഥാനമായി ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ മനസ്സിൻ്റെ വ്യഗ്രതയും നിരാശയുമൊക്കെയാണ്. അവസാനമായി വരുന്ന ദിസ് ബീങ് കംഫർട്ട് മുതൽ സ്റ്റോപ്പ് ദെയർ വരെയുള്ള വരികൾ നോക്കുകയാണെങ്കിൽ കവി പറയുന്നു ഈ ലൈഫ് ശരിക്കും കംഫർട്ടാണ്, മറ്റേത് പെയിൻഫുൾ ആണ്. മാരീഡ് ലൈഫ്, സിംഗിൾ ലൈഫ്, ഇതിൽ ഏത് ലൈഫാണ് പെയിൻഫുള്ളായി തോന്നുന്നത് എന്ന് വായനക്കാർക്ക് ഊഹിക്കാൻ സാധിക്കും. ചുറ്റുമുള്ള സമൂഹത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഏത് ലൈഫാണ് പെയിൻഫുൾ എന്ന്? മോളെ, എൻ്റെ പരിചയത്തിലൊരു ചെക്കനുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ? പഠിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരോ കേട്ടു തുടങ്ങിയോ? മാരേജ് ലൈഫിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ, അതായത് അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നഷ്ടമായതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ദുഃഖമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഐ ആം വൈഫ്
സോ സ്റ്റോപ്പ് ഹിയർ. ഇനി കൂടുതലൊന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. സ്റ്റോപ്പ് ഹിയർ. ഇങ്ങനെ അങ്ങ് ഇപ്പോൾ ഉള്ളതുപോലെ മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് ഒരു നിവർത്തികേടിൻ്റെ രീതിയിലാണ് കവിത അവസാനിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു 19-ാം നൂറ്റാണ്ടിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കവിതയാണ്. എമിലി ഡിക്കിൻസൺ വിവാഹം കഴിച്ച ആളല്ല. എന്നിരുന്നാലും അന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അടിമത്തത്തെ പറ്റിയും പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീകളെ തളച്ചിടുമ്പോൾ അവർ അനുഭവിക്കുന്ന വൈകാരികവും മാനസികവുമായിട്ടുള്ള വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ MK സൈനിങ് ഔട്ട്. ബൈ.